ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എഡ്ജ് ഓഫ് ഗുഡ്നസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഞാൻ ജനിച്ചത് 1963 ഏപ്രിൽ മാസം 27-ാം തീയതിയാണ്. ഇന്ന് എനിക്ക് 62 വയസ്സ് തികയാണ്. ദൈവം ഇതുവരെയും എനിക്ക് ആയുസ് തന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ കഷ്ടങ്ങളും വളരെ ജയപരാജയങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തു. വീണു പോയ ഇടങ്ങളിലെല്ലാം ദൈവം വീണ്ടും എഴുന്നേൽപ്പിച്ചു. അനേക കഷ്ടതകൾ ദൈവം അനുവദിച്ചു. എന്നാൽ അതൊക്കെ എൻ്റെ നന്മയ്ക്കാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. മറ്റുള്ളവരുടെ ആശ്വാസത്തിന് അത് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. പ്രാരംഭമായിട്ടൊരു വാക്യം വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകുകയില്ല, നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ദൈവമാണ് നമ്മുടെ ആയുഷ്കാലം പൂർത്തിയാക്കുന്നത്. നാം ജീവിക്കുന്ന സ്ഥലത്ത് അതെവിടെയായിരുന്നാലും നാം അവിടെ വിശ്വസ്തനായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവഹിതത്തിൽ നാം ആയിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല. നാം ജീവിച്ചിരിക്കുന്നത് ദൈവഹിതത്തിലാണോ എന്നുള്ളതിലാണ് നമുക്ക് ദൈവത്തിന് നമ്മിൽ പ്രസാദമുണ്ടാകുക. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ 33 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ അവൻ നിവൃത്തിയായി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിച്ച നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്ന നമ്മുടെ ഗുരുവാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. കേവലം 67 വർഷം വരെ ജീവിച്ചിരുന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. എന്നാൽ പൗലോസ് എനിക്ക് ദീർഘായുസ് തരണമെന്ന് പിന്നീട് പ്രാർത്ഥിക്കുകയുണ്ടായില്ല. പഴയ നിയമ തിരുവെഴുത്തുകൾ നാം പരിശോധിക്കുമ്പോൾ എൻ്റെ ആയുസ് നീട്ടിത്തരണമെന്ന് പ്രാർത്ഥിച്ച ചില ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് കുറെ ആയുസ് നീട്ടി കിട്ടിയത് കൊണ്ട് എന്താണ് പ്രയോജനമിരിക്കുന്നത്? നമുക്ക് ലഭിക്കുന്ന ആയുസ് ദൈവം പൂർത്തീകരിച്ച് തരികയും അതിൽ നാം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹപൂർണമായിട്ട് തീരുന്നത്. ഈ ഭൂമിയിൽ ദൈവഹിതം ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നുള്ളത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാനാണ്, പദ്ധതികളാണ്. ഇന്ന് അനേക വിശ്വാസികളെന്ന് പറയുന്ന ആളുകളും തങ്ങളുടെ ജീവിതം വളരെ അലസമായിട്ട് ജാഗ്രതക്കുറവോടുകൂടി കൊണ്ടു നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ദൈവം വെച്ചിരിക്കുന്ന ആയുസിന്റെ ആ സമയം വരെ അത് എത്തിക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് വരികയില്ല. അത് അവരുടെ ശ്രദ്ധക്കുറവും അവരുടെ ജാഗ്രതക്കുറവും അവരുടെ അലസമായ ജീവിതവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണത്? അമിതമായ ഭക്ഷണം, കടകളിൽ വളരെ മനോഹരമായ നിലയിൽ ശീതളപാനീയങ്ങൾ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കുപ്പികളെല്ലാം 2 ലിറ്ററും 5 ലിറ്ററും ഒക്കെ വാങ്ങി കുടിക്കുന്ന കുറെ വിശ്വാസികൾ ഞാൻ കാണുകയുണ്ടായിട്ടുണ്ട്. വല്ലപ്പോഴുമൊക്കെ ചെറിയ ബോട്ടിലെല്ലാം ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരിക്കലും ഒരു ശീലമാക്കിയിട്ടില്ല. ഒരു ട്രെയിനിലോ ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാറാണ് സാധാരണ പതിവ്. അത് ഒരുപക്ഷെ തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കും, അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളമായിരിക്കും. കഴിവതും പുറമേ നിന്ന് വാങ്ങാതെ, അഥവാ വാങ്ങിയാൽ തന്നെ ഞാൻ ഒരു സോഡയായിരിക്കും ഞാൻ വാങ്ങി കഴിക്കുക. ഞാൻ എന്നെ പൂഴ്ത്തുവാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എല്ലാ റെഡിമെയ്ഡ് ഭക്ഷണങ്ങളും വാങ്ങിക്കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആയുസ് വരെ എത്താതെ നാം അതിനു മുമ്പ് രോഗികളായി തീരേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നാം സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമ്മുടെ ജാഗ്രതക്കുറവ് പല രോഗങ്ങൾക്കും കാരണമായിട്ട് തീരുന്നു. ഈ ഭൂമിയിൽ നമ്മൾ എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകിച്ച് വലിയ അത്ഭുതമൊന്നുമില്ല. 90 വർഷമോ 105 വർഷമോ അതൊന്നും അങ്ങനെ ജീവിച്ചു എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. ജീവിച്ചിരുന്ന വർഷം ദൈവത്തിന് പ്രസാദമുള്ളതായിരുന്നു, സമാധാനമുള്ള ജീവിതമായിരുന്നു, സന്തോഷമുള്ള ജീവിതമായിരുന്നു. നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താനും ദൈവത്തിന് നമ്മെ വിലയിരുത്തുവാനുള്ള ഒരു അവസരം നാം ഉണ്ടാക്കി കൊടുത്താൽ അത് വളരെ അനുഗ്രഹവും ആശ്വാസകരവുമായിരിക്കും. ഒത്തിരി പരാജയങ്ങളും ഒത്തിരി ഒറ്റപ്പെടലുകളും ഒത്തിരി കഷ്ടതകളും ഒത്തിരി ഞെരുക്കങ്ങളും ഒക്കെ ഈ വഴിയാത്രയിൽ ഉണ്ടായിരിക്കാം. എന്നാൽ നമുക്ക് മുൻപേ കടന്നുപോയ ഭക്തന്മാരെല്ലാം ആ വഴിയിലൂടെ കടന്നുപോയവരാണ്. അവർക്കിങ്ങനെയുള്ള ദുരിതങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും നേരിട്ടിട്ട് തന്നെയാണ് അവർ ഈ ഇടുക്കമുള്ള പാതയിലൂടെ കടന്നുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നാം മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാണിച്ചു തന്ന ആ ക്രൂശിന്റെ വഴി, ആ കഷ്ടതയുടെ വഴി, ആ ഞെരുക്കത്തിന്റെ വഴി നമ്മളെ പല തെറ്റായ ഇടങ്ങളിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളിലുള്ള കീടങ്ങളെല്ലാം നീക്കി തട്ടാൻ ഒരു ഉരുപ്പിടി കിട്ടുന്ന രീതിയിൽ ദൈവം നമ്മെ ഉരുവാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഷ്ടത കൂടാതെ, ദൈവത്തിന്റെ ബാലശിക്ഷ കൂടാതെ നമുക്കൊരു ശുദ്ധീകരണത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ദൈവം ഒരു ബാലശിക്ഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ നാം നമ്മെ തന്നെ തടുക്കുകയും നാം എതിർക്കുകയും എന്തുകൊണ്ടെന്ന് ചോദിച്ച് ദൈവത്തോട് മത്സരിക്കുകയും ചെയ്യുമ്പോൾ, പിറുവിറുക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മിൽ പ്രസാദമുണ്ടാകുവാൻ ഒരിക്കലും സാധ്യതയില്ല. ഇവിടെ പറയുകയാണ്, ഞാൻ
നിന്റെ ആയുഷ്കാലം പൂർത്തിയാക്കും. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആയുഷ്കാലം പൂർത്തിയാക്കുന്നത് ദൈവമാണ്. എന്നാൽ നമ്മുടെ അറിവില്ലായ്മ നിമിത്തമോ അല്ലെങ്കിൽ അലസത നിമിത്തമോ നമ്മുടെ വ്യായാമക്കുറമോ നമ്മുടെ അമിത ഭക്ഷണ നിമിത്തമോ നമ്മുടെ റെഡിമെയ്ഡ് ഭക്ഷണ നിമിത്തമോ ഒക്കെ നമുക്ക് ആ ആയുസിനെ കുറയ്ക്കുവാനായിട്ട് നമുക്ക് തന്നെ അത് ആ ആയുസിനെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 90-ലധികം വയസ്സ് വരെ ജീവിച്ചിരുന്ന അപ്പോസ്തലനായ യോഹന്നാൻ, അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അവർക്ക് കൊടുത്ത ആയുസ് അവർ പൂർത്തീകരിച്ചു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊല്ലപ്പെട്ടതായിട്ട് നാം ഒരു വാർത്ത കേൾക്കേണ്ടായി. വളരെ സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം ഉള്ള ആ വീട്ടിൽ അജാനബാഹുവായ 6 അടി ഉയരമുള്ള എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്ന ആ മനുഷ്യന് നരന്ത് പോലെ ഇരിക്കുന്ന ഒരു ബാലൻ അവനെ അടിച്ച് കൊന്ന് അവൻ്റെ ശരീരത്തിൽ കയറിയിരുന്ന് വെട്ടി കുത്തി എല്ലാം അങ്ങനെയുള്ള വാർത്തകളെല്ലാം നാം വന്നുകൊണ്ടിരിക്കുന്നത് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അതിനുശേഷം വന്ന ചില വാർത്തകളെല്ലാം നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അനേകരെ വഞ്ചിച്ച്, അനേകരെ പറ്റിച്ച്, അനേകരെ ചതിച്ച് പണം ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് പല ആളുകളുടെ സാക്ഷ്യത്തിലൂടെ കേൾക്കുവാനായിട്ട് സാധിച്ചു. നാം ഇവിടെ മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും പണം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും? എങ്ങനെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും? ആ കുടുംബത്തിൻ്റെ അവസ്ഥ നാം അറിയാം. ആളുടെ മകൻ മരിച്ചുപോയി, ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരേ ദിവസം കൊല്ലപ്പെട്ടു. എത്രയോ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ്. അത് അവിശ്വാസികളുടെ കാര്യമാണ്. എന്നാൽ വിശ്വാസികളായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിൽ വലിയ ഒരു അന്വേഷണം നാം നടത്തേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ നാം ജീവിക്കുന്നത്? ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലാണോ നാം ജീവിക്കുന്നത്? അങ്ങനെ ഒരു വഴി നാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നാം ഒറ്റപ്പെടലുകളെ നേരിടേണ്ടതായിട്ട് വരും. സഭ ശ്രദ്ധിക്കാതെ പോയ അനേക വിശുദ്ധന്മാരാണ് ദൈവത്തിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം സഭ അവരെ കൂട്ടാക്കിയിരുന്നില്ല, സഭ അവരെ ശ്രദ്ധിച്ചിരുന്നില്ല. അവരിലുള്ള കൃപയെ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് അവരെ പരിശീലിപ്പിച്ച് നടത്തുവാൻ സഭ ഗണ്യമാക്കാതിരുന്ന പല ദൈവമക്കളും കർത്താവിന് വളരെ പ്രയോജനമുള്ളതായി തീർന്നത് അനേക അവരുടെ സാക്ഷ്യങ്ങളിലൂടെ, ജീവിതങ്ങളിലൂടെ, അവരുടെ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് കുറച്ച് ശക്തിയുള്ളൂവെങ്കിലും ദൈവത്തിൻ്റെ പാദപീഠത്തിലിടുന്ന മറിയയെ പോലെ വളരെ ശാന്തമായി കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ എത്ര സമാധാനകരമായ ഒരു ജീവിതമായിരിക്കും. ഈ ഭൂമിയിൽ എത്ര വർഷം ജീവിക്കുന്നു എന്നുള്ളതിലുപരി കർത്താവിനോടൊപ്പം നാം ഏത് കഷ്ടതയിലായിരുന്നാലും കർത്താവിനോടൊപ്പം സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ ടീ ടൈം എന്ന് പറയുന്ന ഒരു കടയിലേക്ക് എന്നെ ക്ഷണിച്ചു. ഒരു പാസ്റ്ററെ പരിചയപ്പെടാനായിട്ടാണ് അദ്ദേഹം ക്ഷണിച്ചത്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ അവരുടെ പ്രമാണ സംബന്ധമായ, ആധാര സംബന്ധമായ, അദ്ദേഹത്തിൻ്റെ വസ്തു വിറ്റു, എന്നാൽ അതിന് പട്ടയൊന്നും ചേഞ്ച് ആയിട്ടില്ല. അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കാനായിട്ടാണ് വിളിച്ചത്. ദൈവത്തിൻ്റെ കൃപയാൽ ചില കാര്യങ്ങളിലൊക്കെ ഒരു അറിവ് ആ വിഷയത്തിൽ എനിക്ക് ദൈവത്തോട് തന്നിട്ടുണ്ട്. ചില ഓപ്പണിങ്ങും ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഇന്ന രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അതിൻ്റെ ഓഫീസോ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ തന്നെ എൻ്റെ സ്കൂട്ടറിലും അവർ 2 പേര് മറ്റൊരു ബൈക്കിലുമായിട്ട് ഞങ്ങൾ പോയി ആ ഓഫീസിൽ ചെന്നു. ആ കാര്യങ്ങളെല്ലാം ഒരു വലിയ പണം അവർക്ക് ചിലവാക്കേണ്ട ഇടത്ത് കേവലം 600 രൂപയിൽ ആ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ തക്കവണ്ണം, അങ്ങനെയൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ തക്കവണ്ണം ഒക്കെ ഇടയായിട്ട് തീർന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബ്രദറിൻ്റെ ശുശ്രൂഷ എന്താണ് ബ്രദറിൻ്റെ ദൈവത്തിൻ്റെ കോളിംഗ് എന്താണ് എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അപ്പോൾ ഞാനിവിടെയുള്ള പല പാസ്റ്റർമാരുടെയും ചില കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിപ്പോൾ മനസ്സിലായി വരുന്നൊരു കാര്യം, പാസ്റ്റർമാരെ ഒന്ന് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന കോളിംഗ് എന്നുള്ളത്. ഇതൊരു അഹങ്കാരത്തോടുകൂടിയൊന്നും പറഞ്ഞല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ നേരെ കുറേ നേരം സൂക്ഷിച്ച് നോക്കി. ഞങ്ങൾ തന്നെ സംസാരം എല്ലാം കഴിഞ്ഞ് പിരിയുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ, താങ്കളുമായിട്ട് സംസാരിച്ചതിൽ വളരെ സന്തോഷം. കാരണം അതൊരു ആശ്വാസമായിരുന്നു, എനിക്കതൊരു ബലമായിരുന്നു. തമിഴ്നാട്ടുകാരനാണ്, എനിക്കതൊരു ബലമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്ക് ഒരു ജീവൻ കൊടുക്കുവാനായിട്ട് സാധിക്കും. നമുക്കൊരു പേരോ പ്രശസ്തിയോ ഒന്നും ആവശ്യമൊന്നുമില്ല. നാം ദൈവത്തോടൊപ്പം ജീവിച്ചാൽ, നമ്മുടെ ഹൃദയവും വായും സത്യമായിരുന്നാൽ നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. കപടം കാണിക്കാതെ, സൂത്രം കാണിക്കാതെ, തന്ത്രം കാണിക്കാതെ, ചതിക്കാതെ, വഞ്ചിക്കാതെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ നമുക്ക് സമാധാനപരമായ ഒരു ജീവിതം ദൈവം നമുക്ക് അനുവദിക്കും. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. ഇന്ന് ദൈവമക്കളെ പറ്റിച്ച് ചതിച്ച് പണം വാങ്ങി വെക്കുന്ന ഊഴിയക്കാര്, പാസ്റ്റർമാര്, അവരെവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും?
പല അനുഭവങ്ങൾ ഇവിടെ എനിക്കുണ്ടായത് അറിയാം. എൻ്റെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു കഷ്ടകാലത്ത്, എൻ്റെ ഒരു കടബാധ്യതയുടെ സമയത്ത് എന്നെ സഹായിക്കാൻ എന്ന മാതിരി വളരെ സൂത്രവും തന്ത്രവും ഉപയോഗിച്ച് വന്ന് എൻ്റെ ഭൂമി തട്ടിയെടുത്ത് അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ഞാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ നന്മ നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെയാണെന്ന്. ഓരോ വർഷവും അതിൽ വന്ന് ആ പറമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ 6-7 വർഷം ആ ഭൂമി നോക്കുകയും ഞാൻ തന്നെ നട്ടു വളർത്തിയ ആ വസ്തു എല്ലാം വിറ്റ് ഞാൻ കൊടുത്തതിൻ്റെ ഒരു 10 ഇരട്ടിയോളം സമ്പാദിച്ചു. 10 ഇരട്ടിയല്ല, ഏകദേശം 8 ഇരട്ടിയോളം സമ്പാദിച്ചു അതിൽ നിന്ന്. എന്നിട്ട് ഒരു ന്യായമായ കൂലി പോലും, ഞാൻ നോട്ടക്കൂലി പോലും എനിക്ക് തന്നില്ല. പല മാർഗങ്ങളിലൂടെ ഞാൻ അതെല്ലാം അറിയിക്കേണ്ടായി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അദ്ദേഹം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാനിവിടെ ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്തിട്ടാണ് ഈ സുവിശേഷ പ്രവർത്തനം എല്ലാം നടത്തുന്നത്. അങ്ങനെ ഞാൻ സുവിശേഷ പ്രവർത്തനം നടത്തുമ്പോൾ പല പാസ്റ്റർമാരെ ഞാൻ സഹായിക്കുന്നു, പല സുവിശേഷ പല വിശ്വാസികളെ ഞാൻ സഹായിക്കുന്നു. എനിക്കാകുന്ന രീതിയിൽ, വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിലൊക്കെ ഞാൻ അവരെ സഹായിക്കുന്നു. എന്നാൽ ഇന്ന് അനേക പാസ്റ്റർമാരും മറ്റുള്ള സാധുക്കളുടെ വാങ്ങുന്നതല്ലാതെ ഒരു സാധുക്കളെ സഹായിക്കാൻ മനസ്സിലാത്തവരായി ഹൃദയത്തെ കഠിനപ്പെടുത്തി പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ ഇവിടെ തിരുവെഴുത്ത് പറയുകയാണ്, നിങ്ങളുടെ ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും, അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. ദൈവത്തിൻ്റെ ഒരു തീ ദൈവം അയക്കും. സാധുക്കളുടെ വസ്തുവകകൾ, അവരുടെ സമ്പാദ്യങ്ങളെല്ലാം പിടുങ്ങി വാങ്ങിവെച്ച്, പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും വാങ്ങിവെച്ചിട്ട് നീ ദൈവത്തിന്റെ മുമ്പാകെ നിവർന്നു നിൽക്കാമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. കാരണം ദൈവം നീതിയുള്ളവനാണ്, ദൈവം ന്യായമുള്ളവനാണ്, ദൈവം കരുണയുള്ളവനാണ്. നീ എളിയവനെ പീഡിപ്പിച്ച് പിടുങ്ങി വെച്ചിട്ട് ദൈവത്തിന്റെ മുമ്പാകെ നിനക്ക് ധൈര്യത്തോടെ കൈ കെട്ടി നിൽക്കാൻ കഴിയുമോ? കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആയുസ് മറ്റുള്ളവരെ ചതിക്കാതെ, മറ്റുള്ളവരെ വഞ്ചിക്കാതെ, മറ്റുള്ളവരെ പിടിച്ചു പറിക്കാതെ, ഈ ദശാംശമൊക്കെ വാങ്ങുന്ന കൂട്ടത്തില് ദശാംശത്തിന്റെ ആ കണക്കിൽ അതിനകത്ത് വിധവയുടെ 2 വെള്ളിക്കാശ് വരെയും വരും. സാധുക്കളുടെ 2 രൂപ വരെ അതിനകത്ത് വന്നേക്കാം. അതൊക്കെ കണക്ക് കൊടുക്കേണ്ടതാണ്. തങ്ങൾക്ക് തോന്നിയതുപോലെ അത് ഉപജീവിക്കുവാനായിട്ടുള്ളതല്ല. വളരെ ഭയത്തോടും വളരെ കരുതലോടും കൂടി ചെലവാക്കേണ്ടതാണ് ആ പണമൊക്കെ. ആവശ്യത്തിലിരിക്കുന്ന സഹായിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. പൗലോസപ്പോസ്തലനെ കാണിച്ചെന്ന മാതൃക അതാണ്. ആ മാതൃക പിൻപറ്റി മുന്നോട്ട് പോകാൻ തക്കോണം ഓരോ ദൈവദാസന്മാരെയും ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ ദൈവദാസന്മാരുടെ മേൽ ഒരു പ്രത്യേകമായ കൃപ, ഒരു അഭിഷേകം കൊടുത്ത് അവർക്ക് ഇങ്ങനെയുള്ള ഒരു മാനസാന്തരം കൊണ്ടുവരുവാൻ തക്കോണം ഇടയായിട്ട് തീരട്ടെ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്നലെ ദിവസമായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ 62 വർഷം വരെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അടിയന് തന്ന ആയുസ്സിനായിട്ട് സ്തോത്രം. അനവധി കഷ്ടങ്ങൾ കാണുമാറാക്കി ദാവീദ് പറയുന്നത് പോലെ കർത്താവെ, അതുപോലെ ദൈവമേ, നീ അടിയന് അനുകൂലമല്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ എന്നെ വിഴുങ്ങിക്കളയുമായിരുന്നു. ആ നിലയിലുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. എന്നാൽ കർത്താവിനെ എനിക്ക് തുണയായിരുന്നു, എന്നെ വിടുവിച്ചു, എന്നെ രക്ഷിച്ചു, എന്നെ മുന്നോട്ട് കൊണ്ടുപോയി, ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ടുള്ളതിനായിട്ട് സ്തോത്രം. മനുഷ്യൻ്റെയോ പിശാചിൻ്റെയോ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ കരം പിടിച്ച് നടന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ കരത്തിൽ നീ മുറുകെ പിടിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പിശാചിനോ മനുഷ്യർക്കോ തൊടാൻ കഴിയാതെ വണ്ണം നീ അവരുടെ ഭാവി അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ മേൽ ദുരാലോചന നടത്തുന്ന ദുഷ്കർമ്മികളുടെ മേൽ കർത്താവെ, അവർക്ക് വിരോധമായി മന്ത്രവാദം ചെയ്യുന്ന, ആഭിചാരം ചെയ്യുന്നവരുടെ മേൽ കർത്താവെ, നീ നിന്റെ കുളവിയെ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ കടന്നലിനെ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവെ. അങ്ങനെ നീ അവരെ ഓടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവെ. എന്നാൽ ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും ഞങ്ങൾക്കായിട്ട് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ ഞങ്ങളെ പരിപാലിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. അവിടെ ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവമച്ച രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.